വെടിനിർത്തലുമായി ഹമാസും ഹിസ്ബുള്ളയും രംഗത്ത് വന്നതിന് പിന്നാലെ ഇനി ഗാസയിൽ എന്താകുമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ട്രംപ് നൽകിയിരിക്കുകയാണ്. ഗാസയെ പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നീക്കമാണ് ട്രംപിൻ്റെ മനസ്സിലുദിക്കുന്നത്. സൈന്യത്തെ അയച്ച് അവിടുത്തെ പ്രധാന കേന്ദ്രങ്ങളെയൊക്കെ തന്നെ സുഖവാസ കേന്ദ്രങ്ങളാക്കി മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ട്രംപിൻ്റെ മനസ്സിലുദിച്ചിരിക്കുന്ന ബുദ്ധി. അതുകൂടാതെ പലസ്തീൻ ഏജൻസികൾക്കുള്ള ധനസഹായം ഒറ്റയടിക്ക് അവസാനിപ്പിച്ച് UN മനുഷ്യാവകാശ സമിതിയിൽ നിന്നും പടിയിറങ്ങിയാണ് ട്രംപ് നേരിട്ട് അമേരിക്കയെ നയിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത്. വളരെയധികം നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയത്. ഗാസ മുനമ്പ് അങ്ങനെ താൻ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. വൈറ്റ് ഹൗസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഗാസ ഏറ്റെടുക്കാനും മുനമ്പിനെ സ്വന്തമാക്കിക്കൊണ്ട് പുനരധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റി ടൂറിസം പരമാവധി പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി മറ്റൊരു നഗരമാക്കി മാറ്റിയെടുക്കാനാണ് അമേരിക്കയുടെ ആഗ്രഹമെന്നാണ് ട്രംപ് പറയുന്നത്. ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഇങ്ങനെ ഏവരെയും അമ്പരപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വളരെ പ്രതികൂലമായ ഒരുപക്ഷെ ഈ ചർച്ചകളെ ബാധിക്കുമെന്നും ഖത്തറും ഈജിപ്തും അടക്കം ഇതിന് വിസമ്മതം മൂളുമെന്നും ഒക്കെ തന്നെ സൂചനകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അമേരിക്ക ഗാസയെ എന്ത് വില കൊടുത്തും ഏറ്റെടുക്കും. അതിൻ്റെ പുനർനിർമ്മാണം നടത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ പ്രദേശത്തെ സകലമാന ആയുധങ്ങളും ബോംബുകളും പൂർണ്ണമായും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് തന്നെയായിരിക്കും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അതിന് ഞങ്ങൾ തയ്യാറാണെന്നും ട്രംപ് പറയുന്നു. ഒരുപാട് പുതിയ തൊഴിലുകളും പുതിയ വീടുകളുമൊക്കെ അമേരിക്കയ്ക്ക് ഗാസയിൽ സൃഷ്ടിക്കാനായി സാധിക്കും. മധ്യപൂർവേഷ്യയുടെ കടൽ തീരം സുഖവാസ കേന്ദ്രമാക്കി മാറ്റിയെടുത്ത് ഗാസയെ മറ്റൊരു നഗരമാക്കി മാറ്റും. സ്വർഗവാതിലാക്കി ചിത്രീകരിക്കും. ഇത് വെറും വാക്കല്ല, ഇത് ട്രംപാണ് പറയുന്നത്. അമേരിക്കയ്ക്കല്ലാതെ മറ്റാർക്കും ഗാസയെ പുനരുജ്ജീവിപ്പിക്കാനായി സാധിക്കില്ല എന്നുള്ള സൂചനയും ട്രംപ് ഇതിലൂടെ തന്നെ നൽകുന്നുണ്ട്. മറ്റാർക്കും അവിടെ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. താൻ ഈ ആശയം പങ്കുവച്ച എല്ലാവർക്കും ഇത് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഗാസയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കൻ സൈനികർ അവിടെ നിലയുറപ്പിക്കുമെന്നും വേണ്ടി വന്നാൽ എന്തും ചെയ്യാൻ അവിടെ തയ്യാറാകുമെന്ന് കൂടിയാണ് ട്രംപ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഹമാസ് ഭീകരരടക്കം തല പൊക്കുക പോയിട്ട് അവരുടെ തല മുഴുവൻ മണ്ണിലടിയിലാകുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. ഈ സാഹചര്യത്തിൽ ട്രംപ് ഉറപ്പിച്ചു പറയുന്നത് പലസ്തീൻ പൗരന്മാർ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്കോ ജോർദനിലേക്കോ പലായനം ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ്. നേരത്തെ നടത്തിയ ഒരു പ്രസ്താവനയായിരുന്നു. സമാനമായി തന്നെ അതിനെ ഊട്ടിയുറപ്പിക്കുകയാണ് ട്രംപ്. ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ച് മരിച്ചവരും യുദ്ധം ചെയ്തവരുമല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അവർക്കിനി അത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ കഴിയൂ. നല്ലൊരു ഭാവിക്കായി പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്നും മാറ്റണമെന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ ജോർദനും ഹമാസും ഈജിപ്തും അടക്കം ട്രംപിൻ്റെ നിലപാടിനെ ശക്തമായി പ്രതിരോധിച്ച് രംഗത്ത് വന്നിരുന്നു. എന്തായിരുന്നാലും ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന, ഈ പ്രഖ്യാപനം ഇതിനെ ശക്തമായി തന്നെ എതിർക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഉറപ്പായും അത് ചിന്തിച്ചു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയാണെന്നുള്ള സൂചന നൽകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി ആദ്യം അധികാരമേറ്റെടുത്ത ശേഷം അമേരിക്കയിലെത്തിയ വിദേശ നേതാവായി തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു മാറുന്നതും ഇസ്രയേൽ ആ ഒരു പങ്കാളിത്തത്തിൽ ഒത്തുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. അതേസമയം മറുഭാഗത്ത് പലസ്തീന് സഹായം നൽകുന്ന റിലീഫ് വർക്ക് ഏജൻസിക്കുള്ള ധനസഹായം പിൻവലിച്ച് അമേരിക്ക മുന്നോട്ട് പോകുമെന്ന സൂചനയാണ് അന്താരാഷ്ട്ര ഏജൻസികൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം UN മനുഷ്യാവകാശ സമിതിയിൽ നിന്നും അമേരിക്ക പിന്മാറിയേക്കും. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത്. UN മനുഷ്യാവകാശ ഏജൻസി ഇസ്രയേൽ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായി നേരത്തെയുള്ള ആരോപണം ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. നെതന്യാഹു ആയിരുന്നു ആ ആരോപണം മുന്നോട്ട് വെച്ചത്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് മനുഷ്യാവകാശ സമിതിയിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു. ജനുവരി 20 ട്രംപ് വീണ്ടും അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നുമുള്ള പിന്മാറ്റമായിരുന്നു. UN എന്ന പരമ്പരാഗത സംവിധാനം ആധുനിക ലോകക്രമത്തിന് യോജിച്ചതല്ല എന്നാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിവെച്ചുകൊണ്ടാണ് ട്രംപ് നിലകൊള്ളുന്നത്. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.